വലിയൊരു ദുരന്തത്തിന്റെ നിഴലിൽ ഭീതിയോടെ കഴിയുകയാണ് ചാലിയാർ പഞ്ചായത്തിലെ വെണ്ടേക്കുംപൊയിൽ മേലേമങ്ങാട് പ്രദേശത്തുകാർ. സ്വകാര്യ കരിങ്കൽ കോറിക്ക് വേണ്ടി കുന്നിൻ മുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന വൻ മൺകൂനയാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. 2 ദിവസമായി പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴ മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയിൽ വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമായ ദുരന്തമാണെന്ന് സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ പറയുമ്പോൾ സമാനമായ മറ്റൊരു വൻ ദുരന്തത്തിൻ്റെ നിഴലിൽ ഭീതിയോടെ കഴിയുകയാണ് മലപ്പുറം കോഴിക്കോട് അതിർത്തി ഗ്രാമത്തിലെ കുടുംബങ്ങൾ. ചാലിയാർ പഞ്ചായത്തിലെ കക്കാടംപൊയിൽ വെണ്ടേക്കുംപൊയിൽ മേലേമങ്ങാട് പ്രദേശത്താണ് സ്വകാര്യ കരിങ്കൽ ക്വാറിക്ക് വേണ്ടി കുന്നിൻ മുകളിൽ കൂട്ടിയിരിക്കുന്ന വൻ മൺകൂന താഴെയുള്ള ജനവാസ മേഖലയ്ക്ക് മുകളിലേക്ക് ഏതു നിമിഷവും പതിക്കാവുന്ന അവസ്ഥയിലുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴ മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടികളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരും നിത്യരോഗികളുമടങ്ങുന്ന 3ഓളം കുടുംബങ്ങളാണ് നിലവിൽ അതീവ അപകടാവസ്ഥയിലുള്ളത്. കുന്നിന് മുകളിൽ നിന്ന് മണ്ണ് നേരിയ തോതിൽ താഴേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങിയതോടെ ജീവൻ ഭയന്നാണ് ഇവർ ഇവിടെ കഴിയുന്നത്. കനത്ത മഴ പെയ്യുന്ന രാത്രികളിൽ ഒന്നുറങ്ങാൻ പോലും സാധിക്കാതെ എപ്പോൾ വേണമെങ്കിലും മണ്ണ് തങ്ങളെ മൂടിയേക്കാമെന്ന ഭീതിയിലാണ് ഈ കുടുംബങ്ങൾ. കോറിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം 1 കൊല്ലം ആകുന്നു. അതിന്റെ പ്രശ്നങ്ങൾ മാറി നിൽക്കുകയാണ്. ഇവർ ഈ കോറി നിന്നുള്ള മണ്ണും വേസ്റ്റും വലിയ വലിയ പാറകളും കൊണ്ട് ഇതുപോലെ കുന്നുകളായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് നേരെ വരുന്നത് വെണ്ടേക്കുംപൊയിൽ എന്ന പ്രദേശത്തേക്കാണ്. ഇതിന് തൊട്ട് ഈ മലയുടെ തൊട്ട് താഴെയാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ വീട്ടിൽ 4 കുഞ്ഞുങ്ങളും വയസ്സായ അമ്മയും കൂടെ അടുത്ത് താമസിക്കുന്നത്. ഈ മേയത്തും കാറ്റത്തും എങ്ങോട്ട് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആന വഴിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രി അങ്ങോട്ടൊന്നും മാറാനും പറ്റുന്നില്ല. ആ രീതിയിൽ ആ പാടെ ബുദ്ധിമുട്ടിലാണ്. അധികൃതർക്ക് എല്ലാ തവണയും ഞങ്ങൾ പരാതി പറയുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി എല്ലാവരോടും പറഞ്ഞിട്ട് പോലും ഇതിന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ മൺകൂന 2 വശങ്ങളിലേക്കായി ഇടിഞ്ഞു വീണാൽ താഴെയുള്ള കൂടുതൽ കുടുംബങ്ങളെയും അത് ബാധിക്കുമെന്നതാണ് പ്രദേശത്തെ അവസ്ഥ കൂടുതൽ ഭീകരമാക്കുന്നത്. അപകട ഭീഷണിയെക്കുറിച്ച് നാട്ടുകാർ നിരന്തരം പരാതികൾ നൽകിയിട്ടും ക്വാറി അധികൃതരുടെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നോ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ആനമിറ്റാ നിൽക്കുന്നത്. ഞങ്ങൾ എവിടെ പോകും? ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് 4 ഇച്ചിരി ഇല്ലാത്ത മക്കൾ അവനിവിടെ ഇല്ല. ഇനി രാത്രിക്ക് ഇത് പൊട്ടി ഒഴുകി വരുമ്പോൾ ഞങ്ങൾ എങ്ങോട്ട് ഓടാനാ? ഞങ്ങളുടെ വീട് വിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയാൽ ആനയാ വിറ്റിട്ട് കുറെ പരാതി കൊടുത്തതാണ്. പരാതി കൊടുക്കാൻ ഇനി ആർക്കും ഇല്ല. എല്ലാവർക്കും പരാതി കൊടുത്ത് മടുത്തതാണ്. ഞങ്ങളിവിടെ വന്നിട്ട് എത്ര വർഷങ്ങളായതെന്നറിയാം? 49 കൊല്ലമായതാ. പേടിക്കാതെ തന്നെ ചെയ്യുന്നു. ഞങ്ങൾ ഒരുപാട് കണ്ണ് ഉറങ്ങിയിട്ടില്ല കാറ്റും മഴയുള്ള ദിവസം. എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ തങ്ങൾക്ക് വേറെ സ്ഥലമില്ലെന്നും അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ടിട്ട് വേണം സമാധാനത്തോടെ ജീവിക്കാനെന്നും ഇവർ പറയുന്നു. അതെ, ഞങ്ങൾക്ക് ഒരു കണ്ണറിയാൻ പറ്റാത്തൊരു അമ്മയുണ്ട്. പിന്നെ 3 വയസ്സായത് കുഞ്ഞുങ്ങളാണ്. തീരെ കുഞ്ഞുങ്ങളാണ് 3 ഉള്ളത്. ഞങ്ങൾ ആകപ്പാടെ മേടിച്ചത് എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും നിങ്ങൾ കണ്ടോളും. ഞങ്ങൾ ആകെ ഇതിലാണ്. പിന്നെ ഞങ്ങൾക്ക് വേനൽക്കാലത്ത് ഇതുപോലെ തന്നെയാണ്, മഴക്കാലത്ത് അതിലും ഭീകരമാണ്. ഞങ്ങൾക്ക് ആകപ്പാടെ പേടിച്ച് കിടന്ന് ഉറങ്ങണമെന്ന് തന്നെ. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഭീഷണി ഉയർത്തുന്ന മൺകൂന അടിയന്തരമായി നീക്കം ചെയ്യാനും ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനുമാണ് അധികൃതർ തയ്യാറാവേണ്ടത്. ഒരു ജനതയെ മുഴുവൻ മരണമുനമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ക്വാറി മാഫിയയുടെ ഈ കളിക്ക് അറുതി വരുത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ മറ്റൊരു ദുരന്തമായിരിക്കും നാടിനെ കാത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റഫീഖ് തോട്ടുമുക്കിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.